ആറന്മുള നിയോജക മണ്ഡലത്തെ ഇളക്കിമറിച്ച് UDF സ്ഥാനാർത്ഥി അബിൻ വർക്കിയുടെ റോഡ് ഷോ. ഇത്തവണ ആറന്മുള UDF തിരിച്ചുപിടിക്കുമെന്ന് അബിൻ വർക്കി 24-നോട് പറഞ്ഞു. ആറന്മുള നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി അബിൻ വർക്കിയുടെ റോഡ് ഷോ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ കോഴഞ്ചേരി പാലം പിന്നിട്ടുകൊണ്ട് റോഡ് ഷോ പുരോഗമിക്കുന്നു. വലിയ തരത്തിലുള്ള സ്വീകരണം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന്, വോട്ടർമാരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നു എന്നാണ് UDF ക്യാമ്പ് പറയുന്നത്. അതിനെ വലിയ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് റോഡ് ഷോ പുരോഗമിക്കുന്നത്. എന്താണ് ഒരു കോൺഫിഡൻസ്? തീർച്ചയായിട്ടും ഈ റോഡ് ഷോ ഓതറയിൽ നിന്ന് ആരംഭിച്ചത് മുതൽ വലിയ രീതിയിലുള്ള സ്വീകരണമാണ് സാധാരണ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് വലിയ ആത്മവിശ്വാസമാണ് UDFന് നൽകുന്നത്. കാരണം കേരളത്തിലെ സാധാരണ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ വിശ്വാസം അർപ്പിച്ചു എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലാണ് ഞങ്ങളുള്ളത്. ഇപ്പോൾ എല്ലാവരും വലിയ ആകാംക്ഷയോടുകൂടി അബിന്റെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയെ കാണുന്നു എന്നുള്ളത് ആളുകളുടെ പ്രതികരണം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആറന്മുളയുടെ ഒരു ജനമനസ്സറിയാൻ വളരെ കുറച്ച് സമയം കൊണ്ട് അബിന് കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം വികസനം അറ്റുപോയ 10 കൊല്ലങ്ങളാണ് കടന്നുപോയത്. ആ വികസനത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഈ കേരളത്തെ വീണ്ടെടുക്കാനുള്ള UDFന്റെ പ്രയത്നത്തിനൊപ്പം ഈ കേരളത്തിലെ ജനങ്ങൾ നിൽക്കുമ്പോൾ ആറന്മുളയെ വീണ്ടെടുക്കാൻ ആറന്മുളയിലെ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒപ്പം നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. പത്തനംതിട്ടയുടെ മനസ്സ് പൂർണ്ണമായിട്ട് അറിയാവുന്ന ഒരാളാണ് ആന്റണി. അപ്പോൾ അവിടെ അബിൻ വന്ന ആറന്മുളയിൽ ജനവിധി തേടുമ്പോൾ ആറന്മുളയ്ക്കൊപ്പം അല്ലെങ്കിൽ അബിൻ വർക്കിക്കൊപ്പം ആറന്മുള നിൽക്കുമോ? 100%. ഇത് അതിൻ്റെ ഒരു ബഹിർസ്ഫുരണമാണ്. ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. 10 വർഷമായി കേരളത്തെ ഭരിച്ച് മുടിച്ച അഴിമതി ഭരണം കേരളത്തിൽ നിന്ന് പുറത്തു പോകണമെന്നുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ നിശ്ചയമാണ്. അതുകൊണ്ട് ആറന്മുള മണ്ഡലം എന്ന് പറയുന്നത് എന്നും ജനാധിപത്യത്തെ മുറുകെ പിടിച്ചിട്ടുള്ളൊരു മണ്ഡലമാണ്. കഴിഞ്ഞ 2 തവണ കാൽ വഴുതി. അതിനുള്ളൊരു പരിഹാരം, അതിനുള്ളൊരു പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ജനങ്ങളെയാണ് കാണുന്നത്. എന്തായാലും അബിൻ വർക്കിയുടെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. വലിയ തരത്തിലുള്ള സ്വീകരണം ഏറ്റുവാങ്ങിയാണ് റോഡ് ഷോ ഓരോ സ്ഥലത്തൂടെയും കടന്നു പോകുന്നത്. ഇത്തവണ ആറന്മുള നിയോജക മണ്ഡലം UDF തിരിച്ചു പിടിക്കുമെന്നുള്ള ആത്മവിശ്വാസവും അബിൻ വർക്കിയും ആന്റണിയും പങ്കുവെക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.